അച്ഛ ഒന്നിങ്ങി വന്നേ. എന്താ മോളെ? വാ, ഞാൻ പറയാ അച്ഛ. വാ വാ. എന്താ മോളെ? എന്താ കാര്യം? അച്ഛ, ഞാൻ അയാളെ കണ്ടു. ആരെ? ആരെ കണ്ടെന്ന്? അയാള് എന്റെ ഭർത്താവിനെ കൊന്ന ആള്, അച്ഛന്റെ മോനെ കൊന്ന ആള്. അയാൾ കണ്ടോ? എവിടെ? അവിടെ ആ സ്ക്രീനില്. എവിടെ അയാള്? ഇതിലേതാ അവൻ? അച്ഛാ, ഇപ്പൊ അയാളെ കാണുന്നില്ല. അച്ഛാ, അച്ഛൻ വാ, നമുക്ക് അയാൾ ഇവിടെ തിരയാം. അയാൾ ഇവിടെ എവിടെയോ തന്നെയുണ്ട്. നമുക്ക് അയാളെ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. മോളെ, മോൾ എന്താ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ? കല്യാണം ഇപ്പൊ കഴിയും. കല്യാണം കഴിയുന്നവരെ ഇവിടെ ഇങ്ങോട്ട് മാറാൻ പറ്റില്ല. അപ്പോ അയാളോ? കെട്ടൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. മോളെ, ഞാനിപ്പോ വരാം. ഭദ്ര, നീ എന്താ ഇവിടെ? അതുകൊള്ളാം. എനിക്ക് കെട്ടിച്ചേരാം കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ദേവിക ഇപ്പം വേറൊരുത്തം കെട്ടാൻ പോവല്ലേ? അതും കണ്ടോണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതിയോ? ഇന്നിവിടെ പലതും നടക്കും, പലതും നടത്തും ഈ ഭദ്രൻ. ഭദ്ര, ഞാൻ പറയുന്നൊന്ന് കേക്കോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് അങ്ങോട്ടേക്ക് വരുമോ? പ്ലീസ് ഭദ്ര, ഒന്ന് വരൂ പ്ലീസ്. ഒരു കാര്യം പറയാനാ. വേഗം വിടാം, വാ.
നിക്കടവിടെ. വേണ്ട പ്ലീസ്. എന്റെ പൊന്നു ഭദ്ര, ഞാൻ എത്ര നേരമായി കെഞ്ചുന്നു. ദയവേത് നീ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പറഞ്ഞല്ലോ, പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ കതിർ മണ്ഡപത്തിൽ വെച്ച് എന്റെയും ദേവികയുടെയും വിവാഹം നടക്കണം. അയ്യോ, അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കഴുത്തീർച്ച് കുന്നുകളയും. ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് രൂപയാ ദേവിക എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയത്. അത് ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ ഭദ്ര? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, ഞാൻ വാങ്ങിയ പണം അണ പൈസ കുറയാതെ മടക്കിത്തരാം. പണം അത് ആർക്ക് വേണം? എനിക്ക് വേണ്ടത് ദേവികയാ. അവളെ എനിക്ക് കിട്ടിയേ തീരൂ. അത് നടക്കില്ല ഭദ്ര. അത് നടക്കും. ഭദ്രൻ വെറുതെ അല്ല ഇവിടെ വന്നത്. ദേവികയെ എന്റെ പെണ്ണ. അവളെ കെട്ടിക്കൊണ്ടു പോകാൻ വേറെ ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല. ഭദ്ര, നീ ഇവിടെ കയറി അതിക്രമം കാണിച്ച ഇല്ലാതാവുന്നത് എന്റെ മോളുടെ ഭാവിയാ. നിങ്ങളുടെ മോളുടെ ഭാവിക്ക് ഒരു കുഴപ്പവും വരില്ല. പൊന്നാരൻ തോട്ടത്തിലെ ഈ ബന്ധം പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. ദേവിയെ കെട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ? നിങ്ങളുടെ കുടുംബത്തിലെ സംബന്ധക്കാരനല്ലേ? അപ്പൊ നിങ്ങളുടെ മോളെ കെട്ടിച്ചുവിടേണ്ട ഉത്തരവാദിത്വം എന്റെയും കൂടെ അല്ലേ? നിങ്ങളുടെ മകൾക്ക് ഇതിനേക്കാൾ 10 ഇരട്ടി കുടുംബമഹിമയും ധനസ്ഥിതിയും കുടുംബമഹിമയും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ബന്ധം ഞാൻ കൊണ്ടുവരും. ഈ ഭദ്രൻ കൊണ്ടുവന്നിരിക്കും. നീ ഒന്ന് പോ ഭദ്ര, പോ ഭദ്ര. എന്റെ ദേവിക എവിടെ? അയ്യോ ഭദ്ര, പ്ലീസ് 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 ഭദ്ര. വേറെ എന്തു വേണമെങ്കിലും ഞാൻ ചിലപ്പോ ഉപേക്ഷിച്ചു വരും. പക്ഷെ ദേവിക, അവളൊരു വല്ലാത്ത മോഹമാണ് എനിക്ക്. അവളെ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭദ്ര വേണ്ട, പ്ലീസ് ഭദ്ര വേണ്ട, ഭദ്ര വേണ്ട ഭദ്ര. ഭദ്ര ഭദ്ര, നീ എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കുന്നേ. ഭദ്ര, നിങ്ങളോട് ഞാൻ പറഞ്ഞു, നീ എന്റെ മോളുടെ ജീവിതം. ഭദ്ര, നീ എന്തിനാണ് എന്നെ പിടിക്കുന്നേ?
അവിടെ വേണ്ട. ഞാൻ ഇനി ഋഷി സുന്ദരനൊക്കെ വേണ്ട വേണ്ട അടങ്ങിയിരിക്കും ചെയ്വട്ടെ. അനങ്ങല്ലേ അവിടെ ചെയ്യല്ലേ, അവിടെ ചെയ്യല്ലേ. മുടി നോക്ക്, എന്റെ മുടി ചേട്ടാ ഒന്നും ചെയ്യില്ല. സിദ്ധു റെഡിയായോ? ഒന്നും പറയണ്ട ചെറിയച്ച, സിദ്ധുവേട്ടനെ റെഡിയാക്കി എടുക്കുന്നത് വലിയ ടാസ്ക് തന്നെയാ. ഇതിപ്പോ ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. നല്ല ലുക്കുണ്ട് അല്ലേ മായി? നോക്കിയേ. അതെ അതെ. എന്നാ നമുക്ക് ചേട്ടനെ കൊണ്ട് മണ്ഡപത്തിലേക്ക് പോവാം. അതെ, അതിനു മുമ്പ് ഞാൻ ഈ ജ്യൂസ് ഇവനൊന്ന് കൊടുക്കട്ടെ. മോനെ സിദ്ധു, മോൻ ഈ ജ്യൂസ് കുടിച്ചേ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സിദ്ധു? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ ഉള്ളൂ, അതിനിടയിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇത് കുടിക്കടാ, ഇല്ലെങ്കിൽ ക്ഷീണം വരും. ഒന്ന് കുടിച്ചേ. വേണ്ട, എനിക്ക് വേണ്ട. കുടിച്ചേ. കുടിക്കേട്ടാ. കുടിക്കേ, ക്ഷീണം മാറട്ടെ. കുടിക്ക് സിദ്ധു, കുടിക്കുന്ന കുടിക്കേ. ഋഷി എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ഋഷി. ആ ജ്യൂസ് ഇങ്ങതാ, ഞാൻ കൊടുക്കാം. കൊടുക്ക ഏട്ടാ, ഇത് കുടിച്ചേ. വേണ്ട ഋഷി. കുടിക്കടാ. കുടിക്കേ. അതേമായി ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ സിദ്ധു മയങ്ങി വീഴും. അപ്പൊ നമുക്ക് ഇവനെ ഇവിടുന്ന് മാറ്റിക്കിടത്താം. കുടിക്കേ. പറ്റില്ല, കുറച്ചുകൂടെ കുടിക്കേ. ഋഷി എനിക്ക് വേണ്ട. കുടിക്കടാ, അത് മുഴുവനും കുടിക്കേ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇവൻ ഇറങ്ങി ഓടിയത് ആകെ കുഴപ്പമാവുമല്ലോ. ആ തിരക്കിനിടയിൽ എങ്ങനെ മയങ്ങി വീണാ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇവിടെ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വാ. വേഗം നടക്ക്. സിദ്ധു, സിദ്ധു, എടാ എന്നിട്ട് ഓടിക്കല്ലേ സിദ്ധു. ഞാൻ വിളിച്ചിട്ട് കേൾക്കാണ്ട് മാലാക പോയല്ലോ. മാലാക ഒന്ന് പറ്റിക്കണം. ഇവിടെ ഇങ്ങനെ വിളിച്ചിരുന്ന് മാലാക പറ്റിച്ചാലോ? എവിടെയോ വിളിക്കുക? ഇവിടെ ഇരുന്നാലോ? കാണും. കട്ടിലെങ്കിൽ കളിക്കാം. സിദ്ധു, എടാ സിദ്ധു,
സിദ്ധു, ഇവൻ ഇതെവിടെ പോയതാ? സിദ്ധു, മോനെ സിദ്ധു, മോനെ സിദ്ധു, സിദ്ധു. സിദ്ധു, സിദ്ധു, മോനെ സിദ്ധു, സിദ്ധു, ശ്ശേ. സിദ്ധു, സിദ്ധു, ശ്ശേ. മോനെ സിദ്ധു, സിദ്ധു. ഛേ, ഇവൻ ഇതെവിടെ പോയി? സിദ്ധു, സിദ്ധു. ദോ, ഇയാളാരാ? ആരാ ഇതിനകത്ത് കെട്ടിട്ടെ? അതൊക്കെ പറയാം, താനാദീ കെട്ടെന്ന് കഴിക്കേ. ഇനി പറ, നീ ആരാ? ഞാൻ ഭദ്രൻ. ഭദ്രനോ? എന്താ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? എടാ, നീയല്ലേ സിദ്ധുവിനെ തട്ടിക്കൊണ്ടുപോയത്? നീയല്ലേ ദേവികയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നേ? അതെ, അത് ഞാൻ തന്നെയാ. അപ്പൊ പരിചയമുണ്ട്. അല്ല, ഇയാളാരാ? ഞാൻ സിദ്ധുവിന്റെ ചെറിയച്ഛനാ. ഓ, ചെറിയച്ഛനാ? ദേവികയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. മിസ്റ്റർ ചെറിയച്ഛൻ, എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒരു നോട്ടം? അല്ല, നീ എന്താടാ ഇവിടെ? വാട്ട് എ ക്വസ്റ്റ്യൻ ചെറിയച്ഛ. ദേവികയെ കെട്ടണം, അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. നീ അവളെ കെട്ടുവോ? എന്റെ ചേട്ടന്റെ മോൻ കെട്ടാനിരുന്നവളെ നീ കെട്ടുവോന്ന്? കെട്ടും ചെറിയച്ഛൻ, ഞാൻ തന്നെ അവളെ കെട്ടും. അതുകൊണ്ടാണല്ലോ ആ പെണ്ണുപിള്ള സുലോചന എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടും ദൈവമായിട്ട് നിങ്ങൾ എന്നെ ഇവിടെ ഒന്ന് രക്ഷിച്ചത്. അല്ല, സുലോചനയാണോ നിന്നെ ഇവിടെ കെട്ടിയിട്ടത്? ആ സ്ത്രീ തന്നെ. അതിനുള്ള കണക്കൊക്കെ ഞാൻ അവരോട് തീർക്കുന്നുണ്ട്. ഇപ്പൊ പ്രധാനം എനിക്ക് ദേവികയാ. ഞാൻ പോയി അവളെ ഒന്ന് കാണട്ടെ. വന്ന വഴിക്ക് തിരിച്ചു പോവാൻ നോക്ക് നീ. ചെറിയച്ഛൻ, വെറുതെ എന്റെ വഴിക്ക് തടസ്സം നിൽക്കാതെ മാറി നിൽക്കേ. നീ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഞാൻ ഈ താലി കെട്ടു. നിങ്ങളെല്ലാവരും ചേർന്ന് കൂട്ടത്തോടെ വന്ന് തടയാൻ നോക്കിയാലും ഭദ്രൻ ദേവികയെ കെട്ടിയിരിക്കും. എങ്കിലേ ആണായി പിറന്നവനാണെങ്കിൽ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി കാണിക്ക്. അതെനിക്ക് കാണണമല്ലോ. കാണും. ഭദ്രൻ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എല്ലാവരും
കൺ കുളിർക്കെ കാണും. മാറിക്കണം അങ്ങോട്ട്. ഡാ.